ഹലോ. ഇത് കണ്ടോ? ഞങ്ങളുടെ റൂമിൻ്റെ അടുത്തുള്ള ചെറിയൊരു പാർക്കാണ്. കാണാൻ എന്ത് രസമാണ്! ചെറിയൊരു പാർക്ക്. അതിൽ കുറേ ഇരിക്കാനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങൾ, ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സൗകര്യങ്ങൾ, നല്ല തണൽ മരങ്ങൾ, നല്ല സുഖസുന്ദരമായിട്ട് വന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം. അത് ഈ ഒരു ഏരിയയിൽ പല സ്ഥലങ്ങളിൽ ഇടവിട്ട് ഇങ്ങനത്തെ ചെറിയ സൗകര്യങ്ങൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ താമസിക്കുന്ന ആളുകൾക്ക് അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതും. ഒരു ഫാമിലി കുട്ടികൾക്ക് വന്നു കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിൽ കളിക്കാവുന്ന സൗകര്യങ്ങൾ. അതേപോലെ കണ്ടില്ലേ, ഗ്രൗണ്ട്, ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏകദേശം ഒരു സെവൻസ് ഒക്കെ കളിക്കാൻ പറ്റുന്ന ചെറിയ ഗ്രൗണ്ട്. എപ്പോഴും ഇവിടെ കളിക്കാറുണ്ട് കുട്ടികൾ. പല ഈ ചുറ്റുഭാഗത്തുള്ള കുട്ടികൾ വന്ന് കളിക്കാറുണ്ട്. അപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം ബാസ്കറ്റ് ബോൾ കളിക്കാനുള്ള സൗകര്യം. അതേപോലെ അവിടെ തന്നെ ആളുകൾ വോളിബോൾ കളിക്കും. ഇത് വെച്ച് കൊടുന്ന് വെച്ചിട്ട് അതിൻ്റെ സൗകര്യങ്ങൾ ചെയ്ത് വെച്ചിട്ട്. അതേപോലെ ചില ആളുകൾ വന്ന് ക്രിക്കറ്റ് കളിക്കും, ക്രിക്കറ്റ് കളിക്കുന്ന ആളുകൾ. അങ്ങനെ പല തരത്തിലുള്ള കളികൾ കളിക്കുന്ന ഒരു ഗ്രൗണ്ട്. ഇതേപോലെ പല സ്ഥലങ്ങളിലായിട്ട് ഈ ചുറ്റുഭാഗത്ത് എനിക്ക് തോന്നുന്നൊരു ഒരു 5 കിലോമീറ്റർ ചുറ്റളവ് തന്നെ, ഏകദേശം 5 വേണ്ട, 1 കിലോമീറ്റർ 2-3 കിലോമീറ്റർ ചുറ്റളവ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സൗകര്യങ്ങൾ നമ്മളെ നാട്ടിലും നമ്മളെ ഗവൺമെൻറ് നമ്മളെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മളെ പഞ്ചായത്തൊക്കെ അങ്ങനത്തെ ചെറിയ ചെറിയ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. നമ്മളിപ്പോഴത്തെ കാലത്തെ കുട്ടികൾ ഒരുവിധമൊക്കെ മൊബൈലിലാണ്. നമ്മളെ ചെറുപ്പത്തിലേക്ക് അധികവും നമ്മൾ പുറത്ത് പാടത്തും ചളിയിലൊക്കെ ആയിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കുട്ടികളെ പോകും. എനിവേ, താങ്ക് യു.